ഫീഡ് ഫുട്ബോളിന് മറ്റേ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കാലത്ത് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഇനീഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ഈ പറഞ്ഞു ഞാനല്ലേ പറയാൻ പോകുന്നത്, കാരണം ചെൽസി ഫുട്ബോൾ ക്ലബിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആവർത്തന വിരസത ഉണ്ടാവും. പറയുന്ന എനിക്ക് ബോറടി ഉണ്ട്, കേൾക്കുന്നത് നിങ്ങൾക്ക് ബോറടി ഉണ്ടാവും. പക്ഷേ ചെൽസിയിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്നവർക്ക് ഒരു ബോറടിയും ഇല്ല. അവർ ഡാറ്റയുടെ മൂഡ് നോക്കിയിട്ടാണ് പല ഡിസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരത് തുടരും, അതിലൊന്നും ഒരു സംശയവും വേണ്ട. കാരണം അവരുടെ ഉദ്ദേശം തന്നെ വേറെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ അടിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ചെയ്യുകയാണ്. അതിനുമുമ്പ് ഫുഡടിയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ വളരെ അടുത്ത ചെങ്ങായി വയനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയിട്ട് വന്നതാണ്, ഷിയാസ്. അപ്പോൾ അവന് പിന്നെ നല്ല വയനാടൻ ബീഫും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവൻ്റെ റൂമിൽ പോയിട്ട് കഴിച്ചു, പൊറാട്ടയും കൂട്ടി പിടിച്ചു, അടിപൊളിയായിരുന്നു. അതോടൊപ്പം നല്ലൊരു ചെൽസി ജേഴ്സിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആളൊരു ആർസണൽ ഫാനാണ്. അപ്പോൾ ഈ ചെൽസി ജേഴ്സിയുടെ പുറകിലുള്ള പേര് സാക്ഷാൽ ദിദിയർ ദ്രോഗ്ബയുടെ പേരാണ്. മാത്രമല്ല ഇതൊരു ചെൽസിയുടെ ഫസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് വിജയത്തിൻ്റെ സമയത്തുള്ള ആ ഒരു ജേഴ്സിയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് നല്ല ഓർമ്മകൾ മനസ്സിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒപ്പം വിഷമമായി. കാരണം അവിടെ നിന്ന് എത്രത്തോളം പുറകിലേക്ക് എൻ്റെ ക്ലബ്ബ് പോയിട്ടുണ്ടെന്ന് ആലോചിച്ചപ്പോഴാണ് ഭയങ്കരമായിട്ട് വിഷമം കൂടി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ദ്രോഗ്ബയൊക്കെ ധരിച്ച ജേഴ്സിയാണ്. അത്തരത്തിലുള്ള ടോപ്പ് ക്യാരക്ടേഴ്സ്, മെൻറ്റാലിറ്റി മോൺസ്റ്റേഴ്സ് ധരിച്ചിട്ടുള്ള ജേഴ്സി ഇപ്പോൾ ധരിച്ചുകൊണ്ടിരിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളാണ്. മെൻറ്റാലിറ്റി എന്താണെന്ന് പോലും അറിയാത്ത കുറേ പിഞ്ചു കുഞ്ഞുങ്ങൾ ധരിക്കുകയാണ്. അവർ ഗ്രൗണ്ടിൽ പോയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാണേണ്ട ഒരു ദുരവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ തോന്നും എന്താണ് ഇങ്ങനെ നെഗറ്റിവിറ്റി പറയുന്നത് എന്നുള്ളതൊക്കെ. പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണോ? അതുകൊണ്ടാണ് ഈ പറയുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. മനസ്സിലുള്ളത് പറയുകയാണ്. അതായത് എനിക്ക് ചെൽസി ഫാൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുന്നോ അത്രയും നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് നല്ലതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൂളാണ്, കാമാണ്. എനിക്ക് അറിയാം ഞാനിത് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡോ ഷോക്ക്ഡോ ഒന്നും അല്ല. അതാണ് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോഴത്തെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്, ഈ ക്ലിയർ ലേക്ക് ക്യാപിറ്റൽസ് ഓൺ ചെയ്യുന്ന ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു എലീറ്റ് ക്ലബ്ബ് എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ഒരു എലീറ്റ് ക്ലബ്ബ് ചിന്തിക്കേണ്ടത് ആ രീതിയിലല്ല ചിന്തിക്കുന്നത്. എങ്ങനെയാണ് ഒരു എലീറ്റ് ക്ലബ്ബ് ഗ്രൗണ്ടിൽ പെർഫോം ചെയ്യേണ്ടത് ആ രീതിയിലല്ല പെർഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. അപ്പോൾ ഇവരുടെ ആംബിഷൻ എന്താണ് എന്നുള്ളത് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഇത് ഈ ഓണർഷിപ്പിൻ്റെ കീഴിലുള്ള 3rd ഇയറാണ്. ഇപ്പോഴും പറയുന്നത് പ്രോസസ്സാണെന്നുള്ളതാണ്. ആയിക്കോട്ടെ. പക്ഷേ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, റോമൻ അബ്രാമോവിച്ച് വരയിൽ ഒരുപാട് ഫ്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പല ട്രാൻസ്ഫറുകളും ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷേ അംബീഷൻ, അതിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ജയിക്കുക, വിൻ അറ്റ് എനി കോസ്റ്റ്, ഇതായിരുന്നു റോമൻ്റെ മന്ത്ര. അതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. ഇപ്പം എന്താണ് മരസ്ക ഈ അടുത്ത് കൊടുത്തുള്ളൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓണർഷിപ്പ് ചെങ്ങായിനോട് ടോപ്പ് 4 പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്രേ. അടുത്ത സീസണിൽ ടോപ്പ് 4, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സീസണിൽ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യുക, ഇതായിരുന്നു അത്രേ. അപ്പോൾ ഈ സീസണിൽ ഇടയ്ക്ക് വെച്ചിട്ട് ചെൽസി 2ാം സ്ഥാനത്തേക്ക് ഉയർന്നപ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ അടിവരയിട്ട് ചില കാര്യങ്ങൾ വീഡിയോകളിൽ പറയുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എഹെഡ് ഓഫ് ദ സ്കെഡ്യൂൾ ആയിരുന്നു എന്നാണ്. മാത്രമല്ല ഈ മത്സരത്തിന് ശേഷം, സിറ്റിക്കെതിരെ പരാജയപ്പെട്ടതിന് ശേഷം ചെങ്ങായി പറഞ്ഞു വെച്ചാൽ 2 മാസത്തിന് മുമ്പുള്ളതിനേക്കാൾ പ്രോഗ്രസ്സാണ് ഇവിടെ നടന്നുള്ളത്. കൃത്യമായിട്ടും ചോറ് കഴിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. അതായത് പ്രോഗ്രസ് അല്ല, റീഗ്രസ് ആണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് അല്ലേ. എന്നിട്ട് ചെങ്ങായി പറഞ്ഞത് പ്രോഗ്രസ് ആണ് നടന്നിട്ടുള്ളത്. എന്തൊക്കെയോ പറയുന്നു. ടോപ്പ് 4 പോലും ഡിമാൻഡ് ചെയ്തിട്ടില്ല അത്രേ. എന്താണത്? എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണ് നമ്മുടെ അംബീഷൻ? അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഇപ്പോഴത്തെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് ഒരു എലീറ്റ് ക്ലബ്ബ് പ്രവർത്തിക്കുന്ന രീതിയിലല്ല. ഓൺ ദ പിച്ച്, ഓഫ് ദ പിച്ച്, ഇതാണ് സംഭവം. ഇതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖം കിട്ടും. അതാണ്. അതായത് ഒരു മനസ്സമാധാനം ഉണ്ടാവും. ഇനി ഇതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുമോ, ഇതിൽ നിന്ന് ഇവർ മാറി ചിന്തിക്കുമോ, ഇവരുടെ പോളിസിയിൽ മാറ്റം വരുമോ, എനിക്കറിയില്ല മക്കളെ. എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ മത്സരത്തിന് ശേഷം മരസ്ക തൻ്റെ ആശാനെ കെട്ടിപ്പിടിച്ച് ചിരിക്കുന്നു, സന്തോഷം. അതായത് പിന്നെ അമരത്തിൽ മമ്മൂക്ക മുരളിയോട് പറയുന്ന പോലെ, ഒരു അരയന അങ്ങനെ ചെയ്യുവാടാ എന്ന് പറയുന്ന പോലെ, ഞാനുണ്ട് നിങ്ങളെ തോൽപ്പിക്കുന്നു, എന്നെക്കൊണ്ടുണ്ട് അത് പറ്റുന്നു എന്നുള്ള രീതിയിലായിരുന്നു മരസ്കയുടെ ആ ഒരു റിയാക്ഷൻ. പിന്നെ കോൾ പാമറുമായിട്ട് പിന്നെ
എന്താണ് പെപ്പ് അവിടെ ഗ്രൗണ്ടിൽ നിന്നിങ്ങനെ ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, കോൾ പാമർ ബാക്കിയുള്ള പ്ലേയേഴ്സുമായിട്ട് സിറ്റി പ്ലേയേഴ്സുമായിട്ട് ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. ആകെ പ്രശ്നം നമുക്ക് മാത്രമാണ് അല്ലേ? ശരിയാണ്, പുള്ളിക്കാരൻ്റെ പ്രീവിയസ് മാനേജറാണ്, പുള്ളിക്കാരൻ്റെ പഴയ ക്ലബ്ബാണ്, ഓക്കെ. പക്ഷേ ഇതിനൊക്കെ ഒരു ഒക്കേഷൻ ഉണ്ടല്ലോ അല്ലേ? അതായത് ഒരു ഹ്യൂമിലിയേഷൻ നേരിട്ടിരിക്കുകയാണ്. 3-1 എന്നുള്ള സ്കോർ ലൈൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. സ്കോർ ലൈൻ അല്ല ഹ്യൂമിലിയേഷൻ്റെ കാരണമായിട്ടുള്ളത്, ആ പെർഫോമൻസ് ആണ്. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പെർഫോമൻസിന് ശേഷം ഇങ്ങനെ അവിടെ ഫാൻസ് ഉണ്ടല്ലോ, എവേ ഫാൻസ് അവിടെ ചിരിളിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും, അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അവരൊക്കെ നോക്കി കൊഞ്ഞനെ കുത്തുന്ന പരിപാടിയാണ്. മൊത്തത്തിൽ ആർക്കും ഒരു പ്രശ്നവും തോറ്റോട്ടെ, അതിനിപ്പോൾ എന്താ അല്ലേ? അതിനിപ്പോൾ എന്താ? നമ്മുടെ മാനേജർ പറയുന്നത് നമ്മൾ ടൈറ്റിൽ റേസിലില്ല, നമുക്ക് ടോപ്പ് 4 കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മുടെ ഓണർഷിപ്പിനും ടോപ്പ് 4 ഒന്നും ആവശ്യമില്ല. പിന്നെ അപ്പം ഇങ്ങനെ അങ്ങോട്ട് പോകണം, എന്തെങ്കിലുമൊക്കെ ആയാലായി, അത്രേ ഉള്ളൂ. ഇതാണ് മെൻറ്റാലിറ്റി ഇപ്പോഴത്തെ ചെൽസി ഫുട്ബോൾ ക്ലബിൻ്റെ. വിൻ അറ്റ് എനി കോസ്റ്റ് ആയിരുന്നു ചെൽസി ഫുട്ബോൾ ക്ലബിൻ്റെ മെൻറ്റാലിറ്റി. ബ്യൂട്ടിഫുൾ ഫുട്ബോൾ, തേങ്ങയുടെ മൂടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ചെൽസിനായിട്ട് കളിക്കാൻ തന്നെ ഒരു എഡങ്ങറായിരുന്നു ടീമുകളെ സംബന്ധിച്ചിടത്തോളം. ഡേർട്ടി ആയിട്ട് കളിക്കേണ്ട സാഹചര്യത്തിൽ ഡേർട്ടി ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, നാസ്റ്റി ആയിട്ട് കളിക്കേണ്ട സാഹചര്യത്തിൽ നാസ്റ്റി ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എന്താണ്, ന്യൂട്രൽസുകൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സൈഡായിട്ട് മാറിയിരിക്കുകയാണ്. ചില കളികളൊക്കെ കാണാൻ ഭയങ്കര രസമാണല്ലോ. അങ്ങനെ ആയിരുന്നില്ല ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. അങ്ങനെ എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ക്ലബ്ബായിട്ട് നിൽക്കാനും എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം എന്തിനാണത്? കാരണം എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മളൊന്നും ജയിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പ് ബാക്കിയുള്ളവർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവന്മാർ എന്താണ് എൻ്റർടൈൻ ചെയ്യുമായിരിക്കും ചിലപ്പോഴൊക്കെ, പക്ഷേ ഒരു തേങ്ങയും ചെയ്യൂല, നേടൂല എന്നുള്ളൊരു ഉറപ്പ് ആളുകൾക്ക് ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഇപ്പോൾ ഈ ചങ്ങായിമാർ ചെൽസിയെ വാങ്ങിയതിന് ശേഷം ഇപ്പോൾ ഇത് 3ാമത്തെ കൊല്ലം റണ്ണിങ് ആണ്, 3rd സീസൺ റണ്ണിങ് ആണ്. ഇതുവരെ സിറ്റിയെയോ ആസ്നലിനെയോ അല്ലെങ്കിൽ ലിവർപൂളിനെയോ ഒരു മത്സരത്തിൽ പോലും പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? പ്രോസസ്സല്ലേ? ഓക്കെ, വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതുവരെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. മീഡിയോക്കെ മെൻറ്റാലിറ്റിയാണ്, മിഡ് ടേബിൾ മെൻറ്റാലിറ്റിയാണ്. പിന്നെ ഈ സ്ക്വാഡ് ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി, അതിനെക്കുറിച്ച് ഇനി ഞാൻ എന്തെങ്കിലും പറയണോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ വീണ്ടും പറയണോ? അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ഓണർഷിപ്പിൻ്റെ മെൻറ്റാലിറ്റി അത്തരത്തിലാണ്. അതായത് ബ്രൈറ്റിൽ നിന്നൊരു സ്പോർട്ടിംഗ് ഡയറക്ടറെ കൊണ്ടുവരുന്നു, അതേപോലെ തന്നെ മൊണാക്കോയിൽ നിന്നൊരു സ്പോർട്ടിംഗ് ഡയറക്ടറെ കൊണ്ടുവരുന്നു. അതായത് ഇവരുടെയൊക്കെ ഒരു USP എന്താണെന്ന് വെച്ചാൽ, അവർ വർക്ക് ചെയ്തിട്ടുള്ള രീതി സോഫാർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ യൂത്ത് പ്ലേയേഴ്സിനെ ചെറിയ പൈസയൊക്കെ ഇവിടെ നിലവിൽ കൊണ്ടുവന്നിട്ട് നല്ല പൈസയ്ക്ക് ബിഗ് ക്ലബ്ബുകളിലേക്ക് വിൽക്കുക, അതിനൊക്കെ പറ്റിയുള്ള ആളുകളാണ്. അങ്ങനെ സ്കൗട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളൊക്കെ തന്നെയാണ്. അല്ലാതെ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്തിട്ട് ഒരു ചെൽസി ഫുട്ബോൾ ക്ലബിനെ പോലെയുള്ള ഒരു ബിഗ് ക്ലബ്ബിലേക്ക് വന്നിട്ട് ടൈറ്റിൽ അടിക്കുന്ന തരത്തിലൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു പരിപാടി ഇതിന് മുമ്പ് അവന്മാർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എന്താണ്, ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അതാണ് യാഥാർത്ഥ്യമുള്ള സംഭവം, എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഉള്ള പൈസയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട്, മോർ ദാൻ $1 ബില്യൺ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോഴും ആ സ്ക്വാഡിൽ എവിടെ നോക്കിയാലും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതോടൊപ്പം തന്നെ എന്താണ്, പിന്നെ ഫോഴ്സ് ചെയ്ത് ഒരു പ്ലെയറിനെ പറഞ്ഞേക്കുന്നിട്ട് ആ ചെങ്ങാനെ തിരിച്ചു കൊണ്ടിരുന്നു. ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ഈ ക്ലബ്ബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല എൻസോ മരസ്ക എന്ന് പറയുന്ന മാനേജറാണെങ്കിലോ ഇവന്മാരെന്താണോ ഓതിക്കൊടുക്കുന്നത് അത് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെങ്ങായി പ്രസ് കോൺഫറൻസ് ചെയ്തിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടുന്ന് ഫീഡ് ചെയ്യും, ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കുറേ മീഡിയ ബ്രീഫിങ്സ്, ആരൊക്കെയോ ഈ ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ബ്രൈറ്റൺ ഇപ്പോൾ പോൾ വിൻസ്റ്റൈനിൽ വരുന്ന സാഹചര്യത്തിലാണ് ബെൻ റോബർട്ട്സ് എന്ന് പറയുന്ന ഗോൾ കീപ്പിംഗ് കോച്ചിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റോബർട്ട് സാഞ്ചസ് എന്ന് പറയുന്ന സോ കോൾഡ് ഗ്രേറ്റ് ബോൾ പ്ലേയിങ് കീപ്പറിനെ കൂടി കൊണ്ടുവന്നിട്ടുള്ളത് വല്ലാത്ത ജാതി തന്നെയാണ്. ചെൽസി ഇതിനു മുമ്പും കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കെപ്പയൊക്കെ ഒരു മിസ്റ്റേക്കാണ്, വലിയ തുക കൊടുത്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് മുമ്പ് കുറേ സക്സസ്ഫുൾ സ്റ്റോറീസും പറയാനുണ്ട്. പക്ഷേ ഇവന്മാർ ഇപ്പോൾ കുറേ ഗോൾ കീപ്പർമാരെ കൊണ്ടുവന്നിട്ടുണ്ടേ, കുറേ ഗോൾ കീപ്പർമാർ ഇങ്ങനെ ഫൈൽ ചെയ്ത് വെക്കുകയാണല്ലോ. അപ്പോൾ അതിൽ ഇപ്പോഴും ചെൽസിയുടെ നമ്പർ 1 കീപ്പറായിട്ട് റോബർട്ട് സാഞ്ചസ് തുടരുന്നു എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു മോക്കറി ഇല്ല എന്നുള്ളതാണ്. എന്നിട്ടും ഈ സ്പോർട്ടിംഗ് ഡയറക്ടർമാർക്കൊന്നും ഒരു പ്രശ്നം സംഭവിക്കില്ല. കാരണം വെച്ചാൽ ഇത് ഓണർഷിപ്പിൻ്റെ ആവശ്യമാണ്. അല്ലാതെ ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇപ്പോൾ സ്പോർട്ടിംഗ് ഡയറക്ടർമാരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഓണർഷിപ്പിൻ്റെ മെൻറ്റാലിറ്റി ഇതൊക്കെ തന്നെയാണ്. അവന്മാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ മരസ്കയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മരസ്ക മത്സരത്തിന് മുമ്പ് സാഞ്ചസിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കണമായിരുന്നു. പ്ലേയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ അണ്ടർ ദ ബസ് ഇടേണ്ട കാര്യമില്ല. അതായത് കൈസയുടെ മിസ്റ്റേക്ക് വരുത്തുന്നില്ലേ, നീക്കോ ജാക്സൺ ഗോൾ അടിക്കുന്നില്ലല്ലോ, അതേപോലെയൊക്കെ തന്നെയാണ് റോബർട്ട് സാഞ്ചസിൻ്റെ കാര്യം. 4 മിസ്റ്റേക്കല്ലേ വരുത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പിന്നെ സിറ്റിക്കെതിരെയുള്ള കളി നടക്കുന്ന സാഹചര്യത്തിൽ മരസ്ക ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ടാവും, കൈസയുടെ മിസ് പാസ്, ചലോബ ഇത് മറ്റത്, ഓരോരുത്തരുടെയും മിസ്റ്റേക്കുകൾ ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ടാവും. കാരണം വെച്ചാൽ സാഞ്ചസിനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ. അപ്പോൾ സാഞ്ചസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം സാഞ്ചസ് പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടർമാർ വന്നിട്ട് ഇടിക്കും മരസ്കനെ. അപ്പോൾ ഓക്കെ, സാഞ്ചസ് 5ാമത്തെ മിസ്റ്റേക്കല്ലേ വരുത്തിയുള്ളൂ, കൈസയോട് എത്ര മിസ്റ്റേക്ക് വരുത്തി, ഇയാൾ ഇത്ര മിസ്റ്റേക്ക് വരുത്തി. ഇതാണ് നമ്മുടെ മാനേജർ. ഈ രീതിയിലാണ്
ഈ ക്ലബ്ബ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലേയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ സാഞ്ചസിനെ പോലുള്ള പ്ലെയറിനെ എന്തിനു പ്രൊട്ടക്റ്റ് ചെയ്യണം? എന്തിന്? ബ്രൈറ്റൻ്റെ തേർഡ് ചോയ്സ് കീപ്പറായിരുന്നു ചെങ്ങാനെ നമ്മൾ സൈൻ ചെയ്യുന്ന സാഹചര്യം. ഡിസേർബ്ഡ് കയ്യിൽ തേർഡ് ചോയ്സ് കീപ്പറായിരുന്നു. ഈ ചെങ്ങാനെന്താ നമ്മൾ മൂപ്പരെ കളി കാണാത്തതോ? എന്താണിത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ചെങ്ങായിമാരെ? ചെൽസിയുടെ ഡാറ്റ കൊണ്ട് ബിൽഡ് ചെയ്ത സൈഡിൻ്റെ കീപ്പറാണ് ചെങ്ങായി. അതായത് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം, ഏറ്റവും വലിയ പ്രശ്നം ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇത് കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല. ഇത് വേണമെങ്കിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ എനിക്കിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടോപ്പിക്കാണ്. അതായത് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ നിലവിൽ ഗ്യാരൻറ്റീഡ് സ്റ്റാർട്ടറായിട്ട് ഒരു റോബർട്ട് സാഞ്ചസ് ഉണ്ട്, ഒരു നീക്കോ ജാക്സൺ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം സ്റ്റാൻഡേർഡ് താഴോട്ട് പോയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ നീക്കോ ജാക്സൻ്റെ കാര്യത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. നീക്കോ ജാക്സൺ ഇനിയും ഇമ്പ്രൂവ് ആകും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. സാഞ്ചസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. 27 വയസ്സുള്ള കീപ്പറാണ് ചങ്ങായി. ഒരു തരത്തിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇനി അതിൽ വരാനില്ല. അത് വേറെ കാര്യം. നീക്കോ ജാക്സൺ ഇനി ഇമ്പ്രൂവ് ആകും. മാത്രമല്ല നീക്കോ ജാക്സനെ പിടിച്ച് അത്തരത്തിൽ ചെൽസിയുടെ ഒരു മെയിൻ സ്ട്രൈക്കറാക്കി മാറ്റിയിരിക്കുന്നത് ഇവന്മാരാണ്, ഈ ഡിസിഷൻ മേക്കേഴ്സാണ്. അതേപോലെ തന്നെയാണ് സാഞ്ചസിൻ്റെയും കാര്യം. പക്ഷേ നീക്കോയുടെ കാര്യത്തിൽ എനിക്ക് ഇനിയും ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ആളുടെ ബോൾ സ്ട്രൈക്കിംഗ് ഒക്കെ ഇമ്പ്രൂവ് ആകുമോ എന്നുള്ളത് എനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത സംഭവമാണ്. പക്ഷേ എന്നാലും ചെൽസിയിൽ ഒരു സെക്കൻഡ് ഫിഡിൽ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പറ്റുന്ന ചങ്ങായാണ്. ഒരു എലീറ്റ് നമ്പർ 9 കൂടെ ഈ ചങ്ങാനൊക്കെ കളിപ്പിക്കാം. ഇത് ഗ്യാരൻറ്റീഡ് സ്റ്റാർട്ടറാണ്. ആര്? നീക്കോ റോബർട്ട് സാഞ്ചസ്. എന്താല്ലേ ഈ ഒരു രീതിയിലേക്ക് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് മാറിയിരിക്കണം. ഇതൊറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ അതാണ്, ഒരു എലീറ്റ് സ്ട്രൈക്കർ ഇല്ല, ഒരു എലീറ്റ് ഗോൾ കീപ്പർ ഇല്ല, മിഡ്ഫീൽഡിൽ പ്രശ്നങ്ങൾ, വിങ്ങിൽ പ്രശ്നങ്ങൾ. എവിടെയാണ് പ്രശ്നം ഇല്ലാത്തത്? ഇഷ്ടം പോലെ പൈസ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ. അപ്പോൾ ആ രീതിയിലാണ് ഈ സ്ക്വാഡ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ടോ കഴിഞ്ഞ സീസണിൽ 6th ഫിനിഷ് ചെയ്തിട്ടുള്ള സൈഡിന് ഇത്തവണ 4th ഫിനിഷ് ചെയ്യണം എന്നുള്ള ഒരു ഡിമാൻഡ് പോലും ഈ ഓണർഷിപ്പ് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അംബീഷൻ? എവിടെയാണ് അംബീഷൻ? എന്തോ ഒലക്കമ്മലെ അംബീഷനാണ് നിങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. 2 മാസത്തിന് മുമ്പുള്ളതിനേക്കാൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ചെൽസി. ഇതാണ് ഡെല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എൻസോ മരസ്ക എന്ന് പറയുന്ന കോച്ച് ഈ സ്പോർട്ടിംഗ് ഡയറക്ടർമാരുടെ ഒരു മൗത്ത് പീസ് മാത്രമാണ്, വേറെ ഒന്നുമല്ല. അവന്മാർ പറയുന്ന ടീമിനെ പിക്ക് ചെയ്യാൻ ഒരാൾ. പിന്നെ ടാക്ടിക്കലി ഇപ്പോൾ ചെങ്ങാനെ കാര്യമായിട്ട് ടീമുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങി. കാരണം അവസാനത്തെ 7 പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഒരൊറ്റ വിജയം മാത്രമേ ഉള്ളൂ. അത് അത്ര നല്ലൊരു കാര്യമൊന്നുമല്ല, ഒരിക്കലും നല്ല കാര്യമല്ല. ബോൾമൗത്ത് ഇഞ്ചുറീസിൻ്റെ ആറാട്ടാണ് അവർക്ക്. എന്നിട്ടോ അവർ 40 പോയിൻറ്റ്സ് ഉണ്ട്. ചെൽസിയുടെ അത്ര തന്നെ പോയിൻറ്റ്സ് അവർക്കുള്ളത് അല്ലേ? ഇഞ്ചുറീൻ്റെ കലവറയാണ്. ചെൽസിയുടെ അത്ര ഡെപ്തുള്ള സ്ക്വാഡൊന്നും അവർക്കില്ല നമുക്കറിയുന്നത്. പക്ഷേ എരിയോള നല്ലൊരു കോച്ചാണ്. എരിയോള അദ്ദേഹത്തിൻ്റെ എബിലിറ്റി വെച്ചിട്ട് ആ ടീമിനെ കൊണ്ട് ഇപ്പോൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 5-0 സ്കോറിന് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലുള്ള റിസൾട്ടാണ് അവർ നെയ്തെടുക്കുന്നത്. ബോർണ്മൗത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും അവരുടെ കോച്ചിൻ്റെ മികവിലൂടെ അവർ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ്. അവരെങ്ങാനും യൂറോപ്പിൽ കളിക്കുകയാണെങ്കിൽ അടുത്ത സീസണിൽ അതൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആകും, സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ ടോപ്പ് 4 പോലും ഒരു അംബീഷൻ പോലും അല്ലാത്രേ. എന്താലേ ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ ഈ റോബർട്ട് സാഞ്ചസിൻ്റെ 1-2 സ്റ്റാറ്റുകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മത്സരത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അതായത് റോബർട്ട് സാഞ്ചസ് ഇന്നലത്തെ മത്സരത്തിൽ 19 തവണ പൊസഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ചെങ്ങാനേക്കാൾ കൂടുതൽ പൊസഷൻ നഷ്ടപ്പെടുത്തിയ മറ്റൊരു പ്ലെയർ പോലും ഇല്ല ഗ്രൗണ്ടിൽ. ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ. ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ സ്റ്റാറ്റ്, അതായത് ചെങ്ങായി ഡയറക്റ്റ്ലി ഗോളിൽ കലാശിച്ച തരത്തിലുള്ള 5 മിസ്റ്റേക്കുകൾ ഈ സീസണിൽ വരുത്തിയിട്ടുണ്ട് സോഫാർ. ഇന്നലത്തെ മിസ്റ്റേക്ക് കൂടി കണക്കിലെടുക്കുക. അങ്ങനെ ഈ ചെങ്ങനേക്കാൾ കൂടുതൽ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ട് ഡയറക്റ്റ് ഗോളിൽ അവസാനിപ്പിച്ചിട്ടുള്ള മറ്റൊരു പ്ലെയറും പ്രീമിയർ ലീഗിലില്ല. ഫാന്റാസ്റ്റിക്. ഇനി ചിലപ്പോൾ അടുത്ത മത്സരത്തിൽ റോബർട്ട് സാഞ്ചസിനെ ചിലപ്പോൾ ഒരു പക്ഷേ ഡ്രോപ്പ് ചെയ്തിട്ട് യോർഗൻസിന് ചാൻസ് കൊടുക്കുമായിരിക്കും. യോർഗൻസനും ചില മത്സരങ്ങൾ ഷെയ്ക്ക് ചെയ്യായിരുന്നു. പക്ഷേ യോർഗൻസൺ മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ അപ്പം മാറ്റും, എന്നിട്ട് സാഞ്ചസിനെ പിടിച്ചുകൊണ്ടിരും. സാഞ്ചസ് ഇങ്ങനെ മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാലും മാറ്റില്ല. ഗ്യാരൻറ്റീഡ് സ്റ്റാർട്ടർ അല്ലേ. അറ്റ്ലീസ്റ്റ് യോർഗൻസൺ 21 വയസ്സുള്ള ചെങ്ങായിയാണ്. മിസ്റ്റേക്ക് വരുത്തിയിട്ട് ചെങ്ങായി ചിലപ്പോൾ ഇമ്പ്രൂവ് എങ്ങാനും ആകുമായിരിക്കും. ഈ ചെങ്ങായിയുടെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ഇവന്മാർ ഇനി അഥവാ പൈസ കൊടുത്ത് എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിന് മേടിക്കുകയാണെങ്കിൽ ഇമാതിരി മുതലുകളെ മേടിക്കുക, ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിന് മേടിക്കില്ല. എന്താണ് പിന്നെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർമാരുടെ ചില സൈനിങ്ങളൊക്കെ നല്ലതായിരുന്നു കേട്ടോ, അത് ഇല്ല എന്ന് പറയുന്നില്ല. കാരണം ഇവന്മാർ ഡാറ്റ നറുക്കെടുത്തിട്ട് എടുക്കുകയല്ലേ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നന്നാവുമല്ലോ. അപ്പോൾ അതിൽ തന്നെ ഈ കാശോഡിനെ എൻജോയിനൊക്കെ കൊണ്ടുവന്നത് ക്ലബ്ബ് ചോദിച്ചതിനേക്കാളും കൂടുതൽ പൈസ കൊടുക്കാൻ റെഡി ആയിട്ടാണ്. എന്നിട്ട് മാസ്റ്റർ ക്ലാസ് എന്നുള്ള പേരും ഒലക്ക. അപ്പോൾ ഇനി ഈ മത്സരത്തിലെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാസ്റ്ററും അപ്രൻറ്റീസും തമ്മിലുള്ള മത്സരമായിരുന്നല്ലോ, പെപ്പും മരസ്കനും. പെപ്പിൻ്റെ ടീം വരുന്നത് PSG-ക്കെതിരെ നന്നായിട്ട് തോറ്റിട്ടാണ് മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗ് ഗെയിമിൽ. പക്ഷേ പുതിയ സൈനിങ്ങുകളായിട്ടുള്ള കുസനോവിനെയും അതുപോലെ തന്നെ ഒമർ മർമൂഷിനെയും മത്സരത്തിൽ പെപ്പ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് സൈഡിലാണ് മർമൂഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുസനോവ് റൈറ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട്. അക്കാൻജിയാണ് പുള്ളിക്കാരന് കൂടെ സ്റ്റാർട്ട് ചെയ്ത്. മാറ്റിയാസ് ന്യൂനസ്
മിഡ്ഫീൽഡർ തന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഗാർഡിയോൾ. ചെൽസി സംബന്ധിച്ചിടത്തോളം ചാലോബ ഈ മത്സരത്തിൽ RCB ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ LCB ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. LCB ആയിട്ട് കോൾവിൽ, റീസ് ജെയിംസ്, ആ ഒരു കോബ്ഹാം, പിന്നെ ബാക്ക് 3 ഒപ്പം കുക്കുരയ ഈ മത്സരത്തിൽ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. മിഡ്ഫീൽഡിൽ കാസിഡോ, എൻസോ ഫെർണാണ്ടസ് തിരിച്ചു വരുന്നു. ലാവിയ പിന്നെ ബെഡ് റിഡൺ ആണ്, ഹോസ്പിറ്റൽ ബെഡിൽ. അവിടെ നിന്ന് എപ്പോഴെങ്കിലും ഒന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങുമ്പോഴാണ് കളിക്കുന്നത്, പിന്നെ വീണ്ടും ആ ബെഡിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇതാണ് ലാവിയയുടെ ഫിറ്റ്നസ്. റീസ് ജെയിംസ് ഇപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഫിറ്റായിട്ട് കുറച്ചിരിക്കുന്നുണ്ട്, ഭാഗ്യം. പിന്നെ കോൾ പാമർ ലെഫ്റ്റ് സൈഡിൽ, നമ്മുടെ സാൻചോ റൈറ്റ് സൈഡിൽ, മധൂക്കെ സ്ട്രൈക്കറായിട്ട്, നീക്കോ ജാക്സൺ. ഇതായിരുന്നു ചെൽസിയുടെ ലൈൻ. അപ്പോൾ ചെൽസി ഒരാഴ്ചയായിട്ട് ഫുട്ബോൾ കളിച്ചിട്ടില്ല. മിഡ് വീക്കിൽ സിറ്റി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിറ്റി ഒബിയസ്ലി ടയേർഡ് ആകണം, പക്ഷേ അവർക്കൊരു ഹങ്കർ ഉണ്ടായിരിക്കും. മാത്രമല്ല അവർ ആംഗ്രി ആയിരിക്കും ഈ മത്സരത്തിൽ ഒരു റിയാക്ഷൻ കാഴ്ചവെക്കാനായിട്ട്. കാരണം ആ മത്സരത്തിൽ നല്ല രീതിയിൽ തോറ്റല്ലോ PSG-ക്കെതിരെ. അതും PSG-യുടെ ഒരു കമ്പാക്ക് ആയിരുന്നു, 2 ഗോളിൻ്റെ ലീഡ് അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചില്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ അവർക്കൊരു റിയാക്ഷൻ കാഴ്ചവെക്കണം. അപ്പോൾ അതിന് പറ്റിയ പെർഫെക്റ്റ് ഒപ്പോണൻ്റ് ആയിരുന്നു ചെൽസി. കാരണം എന്താണ്, ചെൽസി ടാക്ടിക്കലി അത്ര ടോപ്പല്ല എന്നുള്ളത് പെപ്പിന് കൃത്യമായിട്ട് അറിയില്ല. കാരണം MSK കൃത്യമായിട്ട് പെപ്പിനെ അറിയാലോ. പക്ഷേ വൾണറബിളാണ് സിറ്റി. സിറ്റിക്കെതിരെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, സിറ്റിക്കെതിരെ ഒന്ന് ഇൻറ്റൻസിറ്റി കാഴ്ചവെച്ചാൽ സിറ്റി പിന്നെ വൾണറബിൾ ആണെന്നുള്ളത് പല മാനേജർമാരും ഓൾറെഡി സീസണിൽ കാഴ്ചവെച്ചിട്ടുള്ളതാണ്. മിഡ്ഫീൽഡർക്ക് പ്രശ്നമുണ്ട്. ഇൽക്കാ ഗുണ്ടോനും കൊവാച്ചിച്ചും ബെർണാഡോ സിൽവയും ഒക്കെയാണ് ആ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോഡൻ റൈറ്റ് സൈഡിൽ, ഒമർ മർമൂഷും ഹാളുണ്ട്. ഇതായിരുന്നല്ലോ അവരുടെ ഇത്. പക്ഷേ എന്താണ്, ആ മിഡ്ഫീൽഡിൽ ലെഗ്സിൻ്റെ കുറവുണ്ടായിരുന്നെങ്കിലും അതിനെ ടാർഗറ്റ് ചെയ്യാനൊന്നും ചെൽസി സാധിച്ചില്ല. കാരണം വെച്ചാൽ എൻസോ മാരസ്ക മനോഹരമായിട്ടുള്ളൊരു ടാക്ടിക് അങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതായത് ചെൽസിയുടെ ഈ മത്സരത്തിൻ്റെ ആദ്യത്തെ കുറച്ച് മിനിറ്റുള്ള ഇൻറ്റൻസിറ്റി നല്ലതായിരുന്നു. ആദ്യം പ്രസ് ചെയ്യുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഗുഡ്. അങ്ങനെ ഏർലി ലീഡ് ചെൽസി എടുക്കുകയാണ്. അതായത് രണ്ടാമത് മുന്നിൽ തന്നെ ചെൽസി ലീഡ് കിട്ടുകയാണ്. അതിൽ ഖുസാനോവ് എന്ന് പറയുന്ന ഉസ്ബെക്കിസ്ഥാൻ താരം, ആ യങ് ഫുട്ബോളറിൻ്റെ 20-കാരനായിട്ടുള്ള ചങ്ങയുടെ മിസ്റ്റേക്ക് സംഭവിക്കുന്നു. ആ ഒരു നെർവസ്നെസ് അതിൻ്റെ ഗെയിമിൽ നമ്മൾ കാണുന്നു. ചലോബ ഒരു ക്ലിയറൻസ് നടത്തിയിട്ടുള്ള സാഹചര്യത്തിൽ ഏരിയൽ ഡ്യൂല് നടത്താനായിട്ട് പിന്നെ ഖുസാനോവും ജാക്സണും പോകുന്നു. അത് ബോൾ രണ്ടുപേരും വിൻ ചെയ്യുന്നില്ല, ബൗൺസ് ചെയ്യുന്നു. ആ സിനാരിയോയിൽ സത്യം പറഞ്ഞാൽ ഖുസാനോവിന് ഈസിലി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ഹെഡ് ചെയ്തിട്ട് പിന്നെ എഡേഴ്സിന് കൊടുക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ആ ഹെഡർ വളരെ വീക്കായിരുന്നു. ജാക്സൺ അത് ബൗൺസ് ചെയ്യുന്നു, ജാക്സൺ അത് റൈറ്റിലേക്ക് നീക്കി കൊടുക്കുന്നു, മധുക്കെ അത് ഫിനിഷ് ചെയ്യുന്നു. ടാപ്പിൻ ഗോൾ. അവിടെ അക്കാഞ്ചിയുടെ ഡിഫെൻഡിങ് മോശമായിരുന്നു. അക്കാഞ്ചി ആരെയും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു എക്സ്പീരിയൻസ്ഡ് ഹെഡാണല്ലോ ചങ്ങായി മോശമായിട്ടാണ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുസിനോവിനെ സംബന്ധിച്ചോളം വളരെ മോശം സ്റ്റാർട്ട്. അതിന് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ചങ്ങായി മറ്റൊരു മിസ്റ്റേക്ക് കൂടി വരുത്തുകയാണ്. പാസിങ്ങിൽ മിസ്റ്റേക്ക് വരുന്നു. കോൾ പാമർ അതുമായിട്ട് പോകാൻ നിൽക്കുന്ന കാര്യത്തിൽ എന്താണ്, കോൾ പാമറിനെ ഫൗൾ ചെയ്യുന്നു, ക്ലീൻ സ്വീപ്പാണ്, അങ്ങനെ യെല്ലോ കാർഡ് വാങ്ങുകയാണ്. അപ്പോൾ ഒരു വല്ലാത്തൊരു ഡെബ്യൂ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുസനോവ്. ആ രീതിയിൽ കുസനോവ് പിന്നെ റാറ്റിൽഡാണ്. ആ ഫ്രീ കിക്കിൽ ചെൽസി ഒന്നും ഉണ്ടാക്കിയില്ല, റാറ്റിൽഡാണ്. പിന്നെ ഇതിനൊക്കെ മുമ്പ് ഈ കുസനോവിൻ്റെ എററിൽ നിന്ന് ചെൽസി പിന്നെ ഗോളടിക്കുന്നതിന് മുമ്പ് മാറ്റിയാസ് ന്യൂനസ് റൈറ്റ് സൈഡിൽ നിന്ന് നല്ലൊരു ക്രോസ് കൊടുത്തു. ഒമർ മർമൂഷിൻ്റെ റണ്ണ് മികച്ചതായിരുന്നു. മർമൂഷ് എന്നിട്ട് ടച്ച് എടുത്തപ്പോൾ ഇത്തിരി ഹെവി ആണെങ്കിലും അദ്ദേഹം ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. അത് സാഞ്ചസ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഓഫ് സൈഡ് ആയിരുന്നു മർമൂഷ്, ജസ്റ്റ് ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷേ അവിടെ ചെൽസിയുടെ ഹൈലൈൻ ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഈ ഹൈലൈൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. എൻസോ മാരസ്കയുടെ ബ്യൂട്ടിഫുൾ ടാക്ടിക്സിലേക്ക് ഞാൻ വരാം. അപ്പോൾ അങ്ങനെ എന്താണ് ഷെയ്ക്കി സ്റ്റാർട്ട് കുസനോവിന്. മാറ്റിയാസ് ന്യൂനസ് റൈറ്റ് സൈഡിൽ റൈറ്റ് ബാക്കായിട്ട് കളിക്കുകയാണ്. അക്കാഞ്ചി മാത്രം നല്ല രീതിയിലല്ല കളിക്കുന്നത്. ഗ്വാർഡിയോൾ പിന്നെ അറ്റാക്കിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബാക്ക് ലൈനാണ്. ഈ ബാക്ക് ലൈനെ പിന്നെ ചെൽസിക്ക് ടെസ്റ്റ് ചെയ്യാനേ പറ്റിയില്ല എന്നുള്ളതാണ്. ഒരു ചാൻസ് കൂടി ചെൽസി കിട്ടി, കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ 9ാമത്തെ മിനിറ്റിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ചെൽസി കിട്ടുകയാണ്. 9ാമത്തെ മിനിറ്റിലെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ സിറ്റി തുടക്കത്തിൽ കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് പിന്നെ ചെൽസിയുടെ പ്രഷറിനെ ബീറ്റ് ചെയ്യാന്നുള്ളതാണ് വിചാരിക്കുന്നത്. ചെൽസി നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ ആ ഒരു പിന്നെ എന്താ പറയുക, ക്ലസ്റ്റർ ഓഫ് പ്ലേയേഴ്സിലേക്ക് പാസ് കൊടുക്കാൻ ശ്രമിച്ചുള്ള സാഹചര്യത്തിൽ ആ ഹാഫ് ലൈനിൻ്റെ അടുത്തേക്ക് ജമ്പ് ചെയ്തു വന്ന് നമ്മുടെ ചലോബ മനോഹരമായിട്ട് ബോൾ വിൻ ചെയ്യുന്നു. അക്കാഞ്ചിയുടെ പാസ് ജമ്പ് ചെയ്ത് വിൻ ചെയ്യുന്നു. കോൾ പാമറിനെ ത്രൂ ബോൾ, നല്ല ത്രൂ ബോൾ കോൾ പാമറിന് കൊടുക്കുന്നു. അപ്പോൾ ആ സിനാരിയോയിൽ കൊവാച്ചിച്ചാണ് ഡീപ്പായിട്ടുള്ള പിന്നെ ബിൽഡപ്പിൽ സഹായിക്കുന്ന പ്ലെയറിനാണ്. കൊവാച്ചിച്ചിൻ്റെ ലെഗ്സ് അത്ര നല്ലതല്ല ഡിഫെൻസീവ് ട്രാൻസിഷൻ സിനാരിയോയിൽ. അതവിടെ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. അവിടെ കുസനോവ് കോൾ പാമറിനെ ഓൺ സൈഡ് ആക്കി നിർത്തുന്നു. കോൾ പാമർ ഓടിപ്പോവുകയാണ്. കോൾ പാമർ പിന്നെ ഒരു 1v1 സിനാരിയോ ആണ് അവിടെ. ജാക്സൺ തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്യുന്നുണ്ട്. ജാക്സനെ പെട്ടെന്ന് റിലീസ് ചെയ്യാമായിരുന്നു വേണമെങ്കിൽ പാമർ, പക്ഷേ പാമർ വെയിറ്റ് ചെയ്യുന്നു. പാമറിന് തന്നെ ഷോട്ട് അവിടെ അൺലീഷ് ചെയ്യാമായിരുന്നു. പാമർ എന്നിട്ട് തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള ജാക്സനെ പിക്ക് ചെയ്യുന്നു. ആ പാസ് ഇത്തിരി ഓവർ ഹിറ്റാണ്. പക്ഷേ സ്റ്റിൽ ഒരു എലീറ്റ് സ്ട്രൈക്കർ ആണെങ്കിൽ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് പാങ്, ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് അടിക്കാതെ. കാരണം എഡേഴ്സൺ കയറി വരുന്നുണ്ട്, മുമ്പോട്ട് കയറി വരുന്നുണ്ട്. പക്ഷേ ജാക്സൺ ഒരു ടച്ചൊക്കെ എടുക്കുന്നു. അപ്പോഴേക്കും പിന്നെ ആ ഒരു ആംഗിൾ ഡിഫിക്കൽട്ടായി. ആ ടച്ച് എടുക്കുന്നതിന് ഫസ്റ്റ് ടച്ചിൽ അത് ഫിനിഷ് ചെയ്യണം. അതാണ് എലീറ്റ് സ്ട്രൈക്കർ, എലീറ്റ് ഫിനിഷർ. കാരണം അത്തരത്തിലുള്ള കോൺഫിഡൻസ് ഇല്ല ജാക്സന്, ബോൾ സ്ട്രൈക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. പിന്നെ സ്റ്റിൽ മോശമില്ലാത്ത രീതിയിലൊരു ഡിസിഷൻ എടുക്കുന്നു. കാരണം സാൻചോക്ക് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു. സാൻചോയുടെ ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. സാൻചോക്ക് പിന്നെ സ്ട്രൈക്ക് ചെയ്യാനും അറിയില്ല.
അത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലാണ് സ്ക്വാഡ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ആ ചാൻസ് കളഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അവിടെ വൺസ് അഗൈൻ നമ്മൾ സെയിം സ്ക്രിപ്റ്റാണ് കാണുന്നത്. ഒരു ഗിഫ്റ്റിലൂടെ ചെൽസിക്ക് ലീഡ് നേടാൻ സാധിച്ചെങ്കിലും വീണ്ടും ലീഡ് ഉയർത്താനുള്ള ഒരു അവസരം ഉണ്ടാകും. 2-0 ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കഥ മാറിപ്പോയേനെ. പക്ഷേ സ്റ്റിൽ ചെൽസി ആ 2-0 ലീഡും കളഞ്ഞു വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഴിവുള്ളവന്മാരാണ്. അത് വേറെ കാര്യം. സെക്കൻഡ് ഹാഫിലെ ചെൽസിയുടെ റീസെൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ എനർജിയിൽ ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട്. ആകെ ഈ 7 മത്സരങ്ങളിൽ ഒറ്റ വിജയം വിജയിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒറ്റ വിജയം വന്നത് വൂൾസിനെതിരെയാണ്. ആ മത്സരത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. അതിലും മിസ്റ്റർ സാഞ്ചസിൻ്റെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഹാൻഡ്ലിങ് നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ എന്തായാലും അങ്ങനെ ആ 9ാമത്തെ മിനിറ്റിൽ ആ ചെൽസിക്ക് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ കുസനോ എന്ന് പറയുന്ന പ്ലെയറിനെ കാര്യമായിട്ട് ചെൽസി ടെസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ചെൽസി പാസീവായി തുടങ്ങി. ആ പ്രസ്സിങ് പിന്നെ നമ്മൾ കാണുന്നില്ല. കുസനോവ് റാറ്റിലാണ്, ഓൾറെഡി യെല്ലോ കാർഡിലാണ് നിൽക്കുന്നത്. മാറ്റിയാസ് നൂനസ് ആണ് റൈറ്റ് ബാക്ക്. അക്കാഞ്ചി അത്ര നിലയിൽ ഡിഫൈൻ ചെയ്യുന്നില്ല, എന്നിട്ട് പ്രസ് ചെയ്യുന്നില്ല. മിഡ്ഫീൽഡും അത്ര സ്ട്രോങ് ഒന്നല്ല സിറ്റിയുടേത്. പക്ഷെ പിന്നെ സിറ്റി കൺട്രോൾ എടുക്കുകയാണ്. അതിന് നമ്മുടെ ചെങ്ങായി എളുപ്പമായി കൊടുത്തു. സിറ്റിയുടെ ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല ഈ മത്സരത്തിലുണ്ടായിരുന്നു. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഭവമാണ്. കാര്യങ്ങൾ അപ്രൻറ്റീസ് മാഷിനെ എളുപ്പമാക്കി കൊടുത്തു. ഒരു ഹൈലൈൻ കീപ്പ് ചെയ്യുന്നു. ഹൈലൈൻ കീപ്പ് ചെയ്യുന്ന മോശം പരിപാടിയൊന്നുമല്ല. ഹൈലൈൻ കീപ്പ് ചെയ്ത് കഴിഞ്ഞാലേ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഹൈലൈൻ കീപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ക്ലെവറായിട്ടുള്ള ഫുട്ബോളേഴ്സിന് നല്ല രീതിയിൽ ഈ ലൈനിൻ്റെ പുറകിലൂടെ ബോൾ കൊടുക്കാൻ സാധിക്കും. അതേപോലെ നല്ല റണ്ണ് നടത്താനുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഹൈലൈനെ പൊട്ടിക്കാം. അതായത് ഈ കൊവാച്ചിച്ചൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ലോങ് ബോൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഗുണ്ടോൻ അതേപോലെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊന്നും പ്രസ് ചെയ്യുന്നില്ല. പ്രസ് ചെയ്യാത്ത കാര്യത്തിൽ ഇവർക്ക് ഇഷ്ടംപോലെ ടൈമും സ്പേസും ഉണ്ട് ഈ ലോങ് ബോൾ പിക്കാൻ. മാറ്റിയാസ് നൂനസ് റൺ നടന്നു, ഗാർഡിയോൾ റൺ നടന്നു, മർമൂഷ് റൺ നടന്നു. മർമൂഷിൻ്റെ ഒക്കെ എനർജി ഭീകരമാണ്. അദ്ദേഹത്തിന് ആ ഒരു ഡെബ്യൂവിൽ നല്ല രീതിയിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ആ ഒരു ആവേശത്തിൽ കൂടിയിട്ടാണ് ചങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഓഫ് ദ ബോൾ റൺ നടത്തുന്നുണ്ടായിരുന്നു. ഈവൻ പുറകിലേക്ക് വന്നിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഹാലണ്ടുമായിട്ടുള്ള ഒരു സിങ്കൊക്കെ ഓൾറെഡി ഒറ്റ ട്രെയിനിങ് സെഷൻ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ, അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു 9ാമത്തെ മിനിറ്റിൽ മറ്റൊരു സീക്വൻസ്, ചെൽസിക്ക് ചാൻസ് കിട്ടിയതിന് ശേഷമുള്ള ഒരു സീക്വൻസ് കണ്ട് ഞാൻ കൃത്യമായിട്ടും ചെൽസിയുടെ പ്ലേയേഴ്സിൻ്റെ ലാക്ക് ഓഫ് ഡിഫെൻസീവ് അവയർനെസ്സും ഈ ടീമിൻ്റെ മൊത്തത്തിലുള്ള OP ഉണ്ടല്ലോ, അതായത് ഓഫ് ദ ബോൾ സ്ട്രക്ചർ വളരെ മോശമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കോച്ചിങ്ങിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഈ പ്ലേയേഴ്സിൻ്റെ ഇൻറ്റൻറ്റിൻ്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ മിഡ്ഫീൽഡിലൂടെ ഹൃദയഭാഗത്തിലൂടെ നമ്മുടെ ഇൽക്കായ് ഗുണ്ടോഗൻ ഇങ്ങനെ പോവുകയാണ്. ഇൽക്കായ് ഗുണ്ടോഗൻ പോകുന്ന കാര്യത്തിൽ ചെൽസിയുടെ ഒരു വിങ്ങർ എപ്പോഴും ഡ്രോപ്പ് ബാക്ക് ചെയ്തിട്ട് ഒരു 5 at the back ആക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. ഒന്നെങ്കിലും മദൂക്കെ അല്ലെങ്കിൽ സാൻചോ പുറകിലേക്ക് ഇറങ്ങി ഒരു 5 at the back ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സിനാരിയിൽ 5v5 സിനാരി വരികയാണ്. ചെൽസിയുടെ 5 players, സിറ്റിയുടെ 5 players. എവിടെ ചെൽസിയുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് എവിടെ ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ആരും കാണുന്നില്ല. പിക്ചറിൽ നമുക്ക് കാണാനേ പറ്റില്ല, കാണുന്നേയില്ല. അപ്പോൾ അങ്ങനെ ഗുണ്ടോ അതുമായിട്ട് വരുന്നു. ഇപ്പോഴും അവിടെ നിന്ന് പിന്നെ ആ ബോൾ ഹാളണ്ടിലേക്കൊക്കെ ഫോഡൻ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഫോഡൻ കൊടുത്ത് ഹാലൻഡ് കൊടുക്കുന്നു. ഹാലൻഡ് ആ ബൈലൈൻ്റെ അവിടുന്ന് കട്ട് ബാക്ക് ചെയ്യുമ്പോൾ അത് ബെർണാഡോ സിൽവയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ടായിരുന്നു ബോക്സിൽ. ബെർണാഡോ സിൽവ പിന്നെ ഫോഡൻ പിക്ക് ചെയ്യുമ്പോൾ ഫോഡൻ അത് ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. അത് പോസ്റ്റ് തട്ടി പോകുന്നു. അങ്ങനെ രക്ഷപ്പെട്ടൊരു സിനാരിയാണ്. പക്ഷേ ഇവിടെയുള്ള ചെൽസിയുടെ ഓഫ് ദ ബോൾ സ്ട്രക്ചർ ഓഫുള്ളാണ്. ഇത് മത്സരത്തിൻ്റെ 10ാമത്തെ മിനിറ്റിലാണ്. അതായത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരാഴ്ച കളിച്ചിട്ടില്ല അവന്മാർ, ഒരാഴ്ച കളിച്ചിട്ടില്ല. സിറ്റി മിഡ് വീക്കിൽ PSG-ക്കെതിരെ അത്രയും ഇടങ്ങറ് പിടിച്ചിട്ടുള്ള ഒരു എവേ മത്സരം കളിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ടും സിറ്റിയുടെ എനർജിയെ മാച്ച് ചെയ്യാൻ ഈ ഒലക്കമേലെ പ്ലേയേഴ്സിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫുൾ സംഭവമാണ്. അതൊരു ഇൻറ്റൻറ്റ് ഇല്ലായ്മയാണ്. അത്രയ്ക്ക് മതി എന്നുള്ളൊരു തോന്നൽ കൂടിയാണ്. പിന്നെ ഇതാണ് ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ ഇത് എന്ത് തേങ്ങയാണ്. പിന്നെ ഈ ഹൈലൈനെ വെച്ചിട്ട് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. ആ ഹൈലൈനെ ബ്രീച്ച് ചെയ്തു. അതായത് പെപ്പിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ലോങ് ബോൾ നമ്മൾ കാണാം. അതായത് മാൻ ടു മാൻ പ്രസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ലോങ് ബോൾ കൊടുത്താൽ മതില്ല. കാരണം ഇവിടെ ഹൈലൈൻ ഉണ്ടല്ലോ, ആ ലോങ് ബോൾ കൊടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സിന് അങ്ങനെ കുറേ ലോങ് ബോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഗാർഡിയോൾ ആ ഒരു ഏരിയയിലൂടെ റൺ ചെയ്യാണ്, സിറ്റിയുടെ ലെഫ്റ്റ് ഏരിയയിലൂടെ. കാരണം എന്ന് വെച്ചാൽ റീസ് ജെയിംസും മദൂക്കയും തമ്മിൽ ഒട്ടും സിംഗിളല്ല. റീസ് ജെയിംസ് ഒരു ഫുൾ ബാക്കാണ്. പക്ഷേ പുള്ളിക്കാരനൊരു മുമ്പോട്ട് പോകാനുള്ള അത്ര ലൈസൻസ് കൊടുക്കുന്നില്ല. കാരണം കുക്കുരേക്കാണ് ആ ലൈസൻസ് കൊടുത്തുള്ളത് ലെഫ്റ്റിലൂടെ റൺ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ റീസ് ജെയിംസിൻ്റെ ആ ഒരു ഓൺ ദ ബോൾ എബിലിറ്റിയൊന്നും നമുക്ക് ഈ സിസ്റ്റത്തിൽ കാണാൻ പറ്റില്ല, വേറെ കാര്യം. പിന്നെ മദൂക്കയും റീസും തമ്മിലൊരു സിങ്കില്ല. മദൂക്കെ അങ്ങനെ കുറച്ചുകൂടെ ഇൻസൈഡായിട്ട് കളിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. എപ്പോഴും ഡയറക്റ്റായിട്ട് കട്ട് ഇൻസൈഡ് ചെയ്ത് പോകണം എന്നുള്ള ആഗ്രഹമാണ്. ഡിഫെൻഡ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. അപ്പോൾ ആ ഒരു ഇതിലൂടെ ഇഷ്ടം പോലെ റണ്ണുകൾ നടത്താൻ ഗാർഡിയോളിന് സാധിക്കുകയാണ്. ഗാർഡിയോൾ തന്നെയാണ് പിന്നെ ഈക്വലൈസർ അടിച്ചത്. അത് ഡിസേർവിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം ഗാർഡിയോളിൻ്റെ ആ വില്ലിങ് റണ്ണും ഗാർഡിയോളിൻ്റെ ആ ഒരു ഈ ഇൻറ്റൻറ്റും കാര്യങ്ങളൊക്കെ ടോപ്പ് ക്ലാസ് ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ഈ നീക്കോ ജാക്സൻ്റെ ആ ഒരു ചാൻസിന് ശേഷം പിന്നെ ഫുൾ സിറ്റി തന്നെയായിരുന്നു. സിറ്റി നിയർലി മൊമെൻറ്റ്സ് ആയിരുന്നു സിറ്റിയുടെ ഭാഗത്ത്. ഗാർഡിയോളുടെ ഒരു
പിന്നെ ലെഫ്റ്റിൽ നിന്നുള്ള ഒരു കട്ട് ബാക്കും ഒരു ഷോട്ടും അത് ബാറിന് മുകളിലൂടെ പോയി. അതെങ്ങനെയാണ് ബാറിന് മുകളിൽ പോയെന്ന് ഒരു പിടുത്തില്ല. അത് നല്ലൊരു ചാൻസ് ആയിരുന്നു. പിന്നെ ഒമർ മർമൂഷിൻ്റെ ഒരു ഓഫ് സൈഡ് ഗോൾ ചെങ്ങായി അടിക്കുന്ന സിനാരിയോ കണ്ടു. ഇൽക്കായ് ഗുണ്ടോൻ്റെ ഷോട്ട്, അത് അഗൈൻ റോബർട്ട് സാഞ്ചസ് നേരെ പുഷ് ചെയ്തു. അത് പിന്നെ ബെർണാർഡോ സിൽവ അടിച്ചിരുന്നെങ്കിൽ ഗോളായി പോയി. ബെർണാർഡോ സിൽവ അവിടെ ഓഫ് സൈഡ് അല്ല, പക്ഷേ ഒമർ മർമൂഷ് ഓഫ് സൈഡ് ആയിരുന്നു. അങ്ങനെ അവിടെ രക്ഷപ്പെട്ടു പോകുന്ന സിനാരിയോ ഉണ്ടായിരുന്നു. പക്ഷേ ഡോർ ഇങ്ങനെ നോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സിറ്റി. അങ്ങനെ അത് അവസാനം ആ ഒരു ഈക്വലൈസർ കണ്ടെത്തി ഫസ്റ്റ് ഹാഫിൽ തന്നെ. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അഗെയിൻ ഈ മനോഹരമായിട്ടുള്ള പിന്നെ ഹൈലൈൻ വിത്തൗട്ട് പ്രസ്സിങ്. ഹൈലൈൻ ഇപ്പോൾ ബാഴ്സലോണയൊക്കെ കീപ്പ് ചെയ്യുന്ന നമ്മൾ കണ്ടതാണ്. അവരുടെ ആ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് റിസ്ക്കിയാണ്, പക്ഷേ സ്റ്റിൽ പല മത്സരങ്ങളും അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവരുടെ കൗണ്ടർ പ്രസ് മീസാണ്. വില്ലിംഗ് ആയിട്ട് പ്രസ് ചെയ്യണം, നല്ല എഫേർട്ട് ഇട്ട് പ്രസ് ചെയ്യണം, അല്ലാതെ പരിപാടി നടക്കില്ല. അല്ലാതെ ചെൽസിയുടെ വിങ്ങർമാരെ പോലെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല. പ്രസ് ചെയ്യണം, നന്നായി പ്രസ് ചെയ്യണം, കൗണ്ടർ പ്രസ് ചെയ്യണം. അല്ലാതെ ഹൈലൈൻ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെ മാറ്റിയാസ് നൂനസിൻ്റെ ആ ഒരു റണ്ണും മികച്ചായിരുന്നു. മാറ്റിയാസ് നൂനസ് പലപ്പോഴും റൈറ്റ് സൈഡിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിലേക്ക് ആ ഒരു സ്വിച്ച് കൊടുക്കാൻ മാൻ സിറ്റി പ്ലേയേഴ്സിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. നേരത്തെ കൊടുക്കുമായിരുന്നെങ്കിൽ കുറേ കൂടി ചെൽസിയുടെ ഡിഫൻസിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ മാറ്റിയാസ് നൂനസിൻ്റെ റണ്ണ് മികച്ചതാണ്, നല്ല റണ്ണ്. അവിടെ എല്ലാവരെയും ഓൺസൈഡാക്കി നിർത്തുന്നത് മിസ്റ്റർ മദൂക്കയാണ്. അവിടെ എന്താണ് ലൈൻ എന്നുള്ളത് പുള്ളിക്കാരൻ കാണാൻ പോലും വരുന്നില്ല, കാരണം അത്തരത്തിലൊരു ചിന്ത പോലും ഇല്ല. വളരെ നൈവായിട്ടുള്ള ഡിഫെൻഡിങ് ആണ് ചെൽസിയുടെ വിങ്ങറായിട്ട് മദൂക്കിനെ പറഞ്ഞ് കാണുന്നത്. പക്ഷേ ആ ഒരു ബാക്ക് ലൈൻ ആ ഒരു സിനാരിയോയിൽ സ്റ്റെപ്പ് ചെയ്തപ്പോൾ മദൂക്ക എല്ലാവരും പിടിച്ച് ഓൺസൈഡാക്കി നിർത്തുകയാണ്. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ആംഗിൾ റണ്ണൊക്കെയാണ് മാറ്റിയാസ് നൂനസ് നടത്തുന്ന ആ ഒരു ലോങ് ബോളിൽ. എനിക്ക് തോന്നുന്നത് ആരാ കൊടുത്തത്, കോവാച്ചിച്ചാണ് ലോങ് ബോൾ കൊടുത്തതാണ് എനിക്ക് തോന്നുന്നു. കോവാച്ചാണോ ഗുണ്ടോനാണെന്നുള്ള സംശയമുണ്ട്. കോവാച്ച് തന്നെ ആയിരിക്കും. അപ്പോൾ കോവാച്ചിനെ പ്രസ് ചെയ്യുന്നില്ല, അപ്പോൾ ലോങ് ബോൾ പിക്ക് ചെയ്യുക അദ്ദേഹത്തിന്. അങ്ങനെ ആ ലോങ് ബോൾ പിക്ക് ചെയ്തു മാറ്റിയാസ് നൂനസ്. ആ ഒരു സിനാരിയോയിലുണ്ടല്ലോ, സാഞ്ചസ് ആദ്യം 2 സ്റ്റെപ്പ് പുറകിലേക്ക് എടുക്കുന്നുണ്ട്, പിന്നെയാണ് അയ്യോ മുമ്പോട്ട് കയറി വരാമെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാറ്റിയാസ് നൂനസിൻ്റെ പുറകിലൂടെ ഓടി വരുന്നത് കുക്കറിയോട് പിടിച്ചാൽ കിട്ടുന്നില്ല. ന്യൂനസിൻ്റെ അറ്റംപ്റ്റ് ചെങ്ങായി സേവ് ചെയ്തു സാഞ്ചസ്, പക്ഷേ അത് ഗ്വാർഡിയോള ചെന്ന് വീഴുന്നു. അവിടെ ഒരു എലമെൻറ്റ് ഓഫ് ലക്ക് ഉണ്ട്. പക്ഷേ ഗ്വാർഡിയോള അത്തരത്തിലുള്ള റണ്ണുകൾ ഒരുപാട് നടത്തുന്നുണ്ടായിരുന്നല്ലോ. ഗ്വാർഡിയോള അത് സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ 1-1 ആകുന്നു. എന്തോ അലക്കമല സ്ട്രാറ്റജി ആണത്. ഓക്കെ, എന്നാൽ അങ്ങനെ ഒരു സീന് കണ്ടിട്ടെങ്കിലും അതിലൊരു മാറ്റം കൊണ്ടുവരാൻ എൻസോ മരസ്ക എന്ന് പറയുന്ന ചങ്ങായിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നു. എന്നാൽ പ്രസ് ചെയ്യാനെങ്കിലും പറയാം, ഇവന്മാർ ഒരാഴ്ചയായിട്ട് ഫുട്ബോൾ കളിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ആകെയുള്ളത് പിന്നെ കോൺഫറൻസ് ലീഗ് ഫുട്ബോളാണ് യൂറോപ്പിൽ കളിക്കുന്നത്. അതാണെങ്കിൽ പിന്നെ ആരായിട്ടാണ് കളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ടീമുകൾക്കെതിരെ മാത്രമാണ് ചെൽസി കളിക്കുന്നത്. അതിലാണെങ്കിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ട് ആ ടീമുകൾക്കെതിരെ കളിക്കാൻ പറ്റും. കാരണം FC പടിഞ്ഞിറങ്ങാടിനേറ്റും FC കുമരനെല്ലൂരിനേറ്റും FC ആനക്കരനേറ്റൊക്കെയാണ് കളിക്കുന്നത് പിന്നെ കോൺഫറൻസ് ലീഗിൽ. അപ്പോൾ അത് എളുപ്പമാണ്, എത്രയും ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഇവന്മാർക്ക് ആകെ ടെക്നിക്കലി ഒരൊറ്റ ഗെയിം ഒരാഴ്ചയിലുള്ളൂ. ആകെ കുറച്ച് ഗെയിം കളിക്കേണ്ട സാഹചര്യം വന്നത് പിന്നെ മിഡ് വീക്കിൽ പ്രീമിയർ ലീഗ് ആ ഒരു പിന്നെ ഫെസ്റ്റ് ഫിക്സറിലാണ്. അപ്പോൾ ഒന്ന് ഇടങ്ങറായി. ഇപ്പോഴാ ഈ ഫറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും. ബാക്കിയുള്ള ടീമുകൾ സിറ്റിയൊക്കെ മിഡ് വീക്കിലും കളിക്കുന്നുണ്ട്, അവർക്കും ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി ലിവർപൂൾ, ആർസണൽ, എലീറ്റ് ക്ലബ്ബുകളൊക്കെ മിഡ് വീക്കിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ. ഈ ഫറ്റീഗ് എങ്ങനെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും അങ്ങനെ മോഡേൺ ടിക്കറ്റാക്കിയുടെ ഉസ്താദായിട്ടുള്ള പെപ് ഗാർഡിയോളയുടെ ടീം ലോങ് ബോൾ ഇട്ടുകൊണ്ട് ചെൽസിയുടെ പരിപ്പിളക്കുന്നു. ഈ പ്രീമിയർ ലീഗിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഈ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ചെങ്ങായി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു മാൻ ടു മാൻ പ്രസിനൊക്കെ ആ രീതിയിലാണ് ചെങ്ങായി ബീറ്റ് ചെയ്യാറുള്ളത്. ലോങ് ബോളുകൾ കൊടുത്തിട്ടില്ല. അത് ലോങ് ബോളൊന്നും പെപ്പിൻ്റെ ടീമിൽ ഇല്ലാതെ പറയുന്നത് വെറുതെയാണ്. അപ്പോൾ അത് കളി കാണുന്ന കൃത്യമായിട്ടും എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ആ ലോങ് ബോൾ ഇട്ടിട്ട് ചെൽസിനെ ഇടങ്ങറാക്കുന്നു. അങ്ങനെ ആ ഒരു ഈക്വലൈസർ കണ്ടെത്തുകയാണ്. അത് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഈക്വലൈസർ തന്നെയാണ് പെപ്പിൻ്റെ ടീം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ 1-0 നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ മറ്റൊരു റണ്ണും ഗാർഡിയോള നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോവാച്ചിൻ്റെ ഹാഫിലിൻ്റെ അടുത്തുള്ള ആ ഒരു ലോങ് ബോൾ ഗാർഡിയോള നല്ല റണ്ണ്, റീജെയിംസിന് റണ്ണ് തടയാൻ സാധിക്കുന്നില്ല. റീജെയിംസും മദൂക്കിയും തമ്മിലുള്ള കോമ്പിനേഷൻ ശരിയല്ല. അവിടെ ഡിഫെൻസീവ്ലി മദൂക്കി ഒരു തരത്തിലും ഒരു ഇമ്പാക്ട് ഉണ്ടാകുന്നില്ല. അപ്പോൾ റീജെയിംസ് ഇടങ്ങറായിട്ടുണ്ട്. പിന്നെ ഈ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ലീഡർ ഇല്ലല്ലോ. കാരണം ലീഡർ ഇല്ലല്ലോ. റീസ് ജെയിംസാണ് ക്യാപ്റ്റൻ, പക്ഷേ അങ്ങനെ ഒരു ലീഡറാണ് നമുക്ക് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങായി ഒന്നല്ല. അപ്പോൾ ഈ മദൂക്കിനെയൊക്കെ പറഞ്ഞ് കളിപ്പിക്കാനൊന്നും പറ്റുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഈ ഗ്വാർഡിയോളയുടെ റണ്ണ് പിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ പുള്ളിക്കാരൻ ആ ഒരു റൈറ്റ് ഫുട്ട് യൂസ് ചെയ്തില്ല. ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് തന്നെ അത് വലയിലേക്ക് ആക്കാനുള്ള ശ്രമം നടത്തി, അത് പുറത്തേക്ക് പോയി. പിന്നെയാണ് ഗ്വാർഡിയോളയുടെ ആ ഒരു ഗോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഗുണ്ടോയുടെ ബോളായിരുന്നു കേട്ടോ ഗോൾ കലാശിണ്ടായിരുന്നു. കോവാച്ചിച്ചിൻ്റെ ബോളല്ല, ഗുണ്ടോയുടെ ബോളായിരുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ ഈ ഹൈലൈൻ തന്നെ വീണ്ടും കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ കോവാച്ചിച്ച് ഡീപ്പ് ഏരിയയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. പിന്നെ വേറെ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ കുസിനോവ് ഇടങ്ങറായിട്ടുള്ള സാഹചര്യത്തിൽ ബെർണാർഡോ സിൽവ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ബിൽഡപ്പിൽ സഹായിക്കുന്നതായിരുന്നു കുസിനോവിന് കോൺഫിഡൻസ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, അതുപോലെ തന്നെ പെപ്പിനൊക്കെ അറിയാം ഒരു പ്ലെയർ സംബന്ധിച്ചോളം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ സഹായിക്കാൻ
പിന്നെ ബെറ്റർ ക്ലെവർ ആയിട്ടുള്ള പ്ലേയേഴ്സും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹെഡും അവിടെ ഉണ്ട്. അവരത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കുസനോവിന് പിന്നെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിക്കോ ജാക്സനൊക്കെ ഈസിലി ഡിഫെൻഡ് ചെയ്യുന്ന സിനാരിയൊക്കെ നമ്മൾ കണ്ടു പിന്നെ കുസനോവിൻ്റെ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ എന്താണ് സെക്കൻഡ് ഹാഫിൽ ഈ കോവ ഡീപ്പ് ഏരിയയിൽ നിന്ന് ബോൾ ബിൽഡ് ചെയ്യുമ്പോൾ പിന്നെ ആ ബോൾ ഗുണ്ടോ കൊടുക്കണം. ബിറ്റ്വീൻ ദ ലൈൻ ഗുണ്ടോ നിൽക്കുന്നുണ്ട്. ഗുണ്ടോ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിന്നെ ലോങ് ബോൾ ഓവർ ദ ടോപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ കോൾവിൽ ഹാലണ്ട് ബാറ്റാണ് നമ്മളിവിടെ കാണുന്നത്. കോൾവിൽ അത് മിസ് ചെയ്തു. ഹാലണ്ട് ബോക്സിലേക്ക് എത്തിയിട്ട് കട്ടിൻസ് എടുത്തിട്ട് ഷോട്ട് അടിക്കുന്നു. സാഞ്ചസ് സേവ് ചെയ്യുന്നു. അങ്ങനെ അത് അവിടെ തീരുന്നു. പിന്നെ കുറച്ച് നേരം കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നൊന്നുമില്ല. ചെൽസി അഗെയിൻ ആ ഒരു ഹൈലൈൻ തന്നെയാണ്. പക്ഷേ പ്രസ്സിങ്ങോ പരിപാടികളൊന്നുമില്ല. പക്ഷേ മാൻ ടു മാൻ പ്രസ് ചെയ്യാനുള്ള ഒരു ടാക്ടിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് വർക്കൗട്ട് ആകുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ കുസനോവിനൊക്കെ പിൻവലിക്കുന്നു. സ്റ്റോൺസിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 60ാം മിനിറ്റിൽ തന്നെ നിക്കോ ജാക്സനെ പിൻവലിച്ചിട്ട് എൻകൂക്കിനെ കൊണ്ടുവരാണ്. എൻകൂക്ക് സ്ട്രൈക്കർ അല്ല എന്നുള്ളത് മിസ്റ്റർ മരസ്ക തന്നെ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. മിസ്റ്റർ മരസ്ക തന്നെ ആ മരസ്ക തന്നെ വീണ്ടും ചെങ്ങാനെ സ്ട്രൈക്കറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നിക്കോ ജാക്സൺ എന്താണ് അദ്ദേഹത്തിൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ മോശമായിരുന്നു. അദ്ദേഹത്തിന് ഒരു ചാൻസ് കൂടി കിട്ടിയിരുന്നു പോകുന്നതിന് മുമ്പ്. അത് സ്ലിപ്പായി ബോക്സിലേക്ക് എത്തിയപ്പോൾ. അതിൽ പാസ് കൊടുക്കാനോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ ആളുടെ ബോൾ സ്ട്രൈക്കിംഗ് വളരെ മോശമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ആൾ ഒരു വില്ലിംഗ് റണ്ണറാണ്. എന്തെങ്കിലുമൊക്കെ ചാനലിലൂടെ റൺ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഡിഫൻഡേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. എൻകൂക്ക് ഒന്ന് കൂടിയിട്ട് ആ പരിപാടി നിന്നു. കാരണം എൻകൂക്ക് അത്തരത്തിലൊരു സ്ട്രൈക്കറല്ല. പിന്നെ വേറൊരു സ്ട്രൈക്കർ ഇല്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ആ തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ചേഞ്ച് വരുന്നത് മിസ്റ്റർ മരസ്ക. അങ്ങനെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ മരസ്കയുടെ പ്രശ്നമല്ല, അത് വേറെ കാര്യം. പിന്നെ എങ്ങനെയാണ് ഇവന്മാർ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ലോങ് ബോളാണ്. ലോങ് ബോൾ വരുന്നു. അപ്പോൾ അതിൽ പിന്നെ ലോങ് ബോൾ കൊടുത്തത് മറ്റേ എഡേഴ്സനാണ്. അപ്പോൾ എഡേഴ്സൺ ഇത്തരത്തിൽ ആ മാൻ ടു മാൻ പ്രസിനെ ബീറ്റ് ചെയ്യാനായിട്ട് പിന്നെ ലോങ് ബോളുകൾ കുറേ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അത് പിന്നെ ഹാളണ്ടിലേക്കാണ് എത്തുന്നത്. ഹൈലൈൻ അഗെയിൻ മനോഹരമായിട്ടുള്ള ഹൈലൈനാണ് ചെൽസി കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫൻസും ഗോൾ കീപ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറബിക്കടലിൽ അത്രയുണ്ട്. പിന്നെ ആരെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഹൈലൈൻ കീപ്പ് ചെയ്യുന്നത്? മിസ്റ്റർ സാഞ്ചസ് സ്വീപ്പ് ചെയ്തോളൂ എന്ന് വിചാരിച്ചു. മനോഹരമായിട്ട് സ്വീപ്പ് ചെയ്തു, ബ്യൂട്ടിഫുള്ളായിട്ട് സ്വീപ്പ് ചെയ്തു. അപ്പോൾ ചലോബ അവിടെ ഇടങ്ങറാണ്. 1v1 വിത്ത് ഹാലണ്ട് ഏതൊരു ഡിഫൻഡറും സ്ട്രഗിൾ ചെയ്യും. പിന്നെ പല ഡിഫൻഡർമാരും സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടതാണ്. ബാറ്റിൽ വിൻ ചെയ്തുള്ള ഡിഫൻഡർമാരും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു എന്താ പറയുക, ചലോബയെ പോലുള്ളൊരു ഡിഫൻഡർ സ്ട്രഗിൾ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. ചിലപ്പോൾ സ്ലിപ്പും ചെയ്തു. പക്ഷേ സ്റ്റിൽ ആ സിനാരിയോ ചെൽസിക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു. മിസ്റ്റർ സാഞ്ചസിൻ്റെ പൊസിഷനിങ് തുടക്കത്തിലുള്ള പോസിറ്റീവ് പ്രശ്നമായിരുന്നു. പിന്നെ മുമ്പോട്ട് പോകണം. അതായത് CID മൂസയിൽ നമ്മുടെ ദിലീപ് ഇല്ല, ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്ന പോലത്തെ പരിപാടിയായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് എവിടെയാണ് ഞങ്ങളുടെ പൊസിഷൻ എന്നുള്ള ഒരു പിടുത്തുമില്ല. ഹാളണ്ട് ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിൻ്റെ പുറത്തുനിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് വലയിലേക്ക് ജസ്റ്റ് വലയിലേക്ക് ആക്കിയാൽ മതി. കാരണം കീപ്പറില്ലല്ലോ, കീപ്പർ നോ മാൻസ് ലാൻഡിലാണ്. എന്താണ് ചെങ്ങായി ചെയ്യണം? അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ട് വിചാരിച്ചിട്ടാണ് ഈ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു സലീം കുമാർ പറഞ്ഞ പോലെ. എന്താണിത്? അതോ എന്തെങ്കിലും മറന്നു വെച്ചത് എടുക്കാൻ പോയതാണോ? എവിടെയാണോ തൻ്റെ ബ്രെയിൻ? പിന്നെ ഹൈലൈൻ കളിപ്പിച്ചിട്ടുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻ, ആ തീരുമാനം ഡിഫൻഡേഴ്സിൻ്റെ പരിപ്പിളക്കുന്ന തരത്തിലുള്ള ആ ഒരു ടാക്ടിക്സ് ആയിരുന്നു. കാരണം പ്രസ് ചെയ്യാണ്ട് ഡിഫൻഡേഴ്സിനെ വൾണറബിൾ ആക്കാൻ മിസ്റ്റർ മരസ്കക്ക് സാധിച്ചു. ആരും പ്രസ് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഡിസേർവിങ് ലീഡ്. ഹാളണ്ട് നല്ല രീതിയിലുള്ള ഗോൾ അടിക്കുന്നു. അത് കഴിയുന്നു. പിന്നെ നമ്മൾ കാണുന്നു വെച്ചാൽ അഗെയിൻ മൂന്നാമത്തെ, ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യത്തിൽ കിടക്കുന്നില്ല, ചെൽസി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതിനിടയിലേക്ക് സിറ്റി KDBനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ മരസ്ക ഗുസ്തോനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി മർമോഷിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അഗെയിൻ ലോങ് ബോൾ വരുന്നു. പിന്നെ ഏർലിംഗ് ഹാലണ്ട് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നു. എന്നിട്ട് മർമൂഷിന് കൊടുക്കുന്നു. മർമൂഷിൻ്റെ റൈറ്റിലൂടെ ഫോഡൻ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോഡനെ പിക്ക് ചെയ്തില്ല. പകരം ആ ഒരു എഡ്ജ് ഓഫ് ബോക്സിൽ നിന്ന് ഷോട്ട് അൺലീഷ് ചെയ്താണ് മർമൂഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മർമൂഷ് അത്തരത്തിൽ ആ ഒരു ഇംപ്രസ് ചെയ്യണം എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ മർമൂഷിൻ്റെ സംഭവം ഒരു സിനാരിയോയിൽ ബാക്കിലേക്ക് വന്നിട്ട് ബോൾ വിൻ ചെയ്തിട്ട് അദ്ദേഹം വീണ്ടും റൺ നടത്തുന്നത്. അതായത് മുമ്പിൽ നിന്ന് താഴോട്ടേക്ക് വരുന്നു, ബോൾ വിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും മുമ്പോട്ടേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുന്നിട്ട് അതുമായിട്ട് ക്യാരി ചെയ്ത് പോകുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു വില്ലിംഗ് റണ്ണറാണ്, വില്ലിംഗ് വർക്കറാണ് എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു ചാനലിലൂടെയുള്ള റണ്ണ് അത് മനോഹരമായിരുന്നു. അതായത് ചില സിനാരിയോയിൽ അദ്ദേഹത്തിന് ബോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല, പക്ഷേ റൺ ചെയ്യാൻ അതൊരു ഡിഫറെൻറ്റ് ഓപ്ഷൻ കൂടിയാണ് സിറ്റി സംബന്ധിച്ചോളം ഈ ലോങ് ബോളുകൾ കൊടുക്കാൻ. കാരണം അങ്ങനെയുള്ള വില്ലിംഗ് റണ്ണർമാരുണ്ടെങ്കിൽ ലോങ് ബോളുകൾ കൊടുക്കാമല്ലോ. പക്ഷേ ഈ ചെൽസി ചെയ്ത പോലെ എല്ലാവരും ഹൈലൈൻ കളിക്കില്ല, കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കില്ല. അത് വളരെ എളുപ്പമാക്കി കൊടുത്തു മിസ്റ്റർ മരസ്ക ആശാന് വേണ്ടിയിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഞാൻ മൂന്നാമത്തെ ഗോളിൽ കൂടിയിട്ട് സംസാരിച്ചിട്ട് പരിപാടി നിർത്തുകയാണ്, എനിക്ക് മതിയായി. അപ്പോൾ അതിൽ KDB വന്നിട്ടുണ്ടായിരുന്നല്ലോ. ലോങ് ബോൾ അഗൈൻ വരുന്നു. KDB ഹെഡർ ഏരിയയിൽ വിൻ ചെയ്യുന്നു. അത് ഹാളണ്ടിലേക്ക് ചെന്ന് വീഴുന്നു. ഹാളണ്ട് കോൾവിലാണ്. ഹാളണ്ട് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു. ചലോബയും ഹാളണ്ടിലേക്കാണ് അട്രാക്ട് ചെയ്ത് പോകുന്നത്. അവിടെ ഫോഡൻ്റെ റണ്ണ് ചലോബ കാണുന്നില്ല. അത് പോർ ഡിഫെൻഡിങ് ആണ് ചലോബയുടെ ഭാഗത്ത്. പക്ഷേ ഓവറോൾ ചെൽസിയുടെ ഡിഫൻസിൻ്റെ പരിപ്പിളക്കുന്ന തരത്തിലുള്ള സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ അവിടെ പിന്നെ കോൾവിൽ ബെറ്ററായി ഡിഫെൻഡ് ചെയ്യണമായിരുന്നു, ചലോബ് ബെറ്ററായി ഡിഫെൻഡ് ചെയ്യണമായിരുന്നു. കോൾവിൽ ഓഫുള്ളായിരുന്നു. ചലോബ് പിന്നെയും പിന്നെ ഫസ്റ്റ് ഹാഫിൽ മോശമില്ലാത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനാരിയോയിൽ എന്താണ്, ഫോഡനിലേക്ക് പാസ് കൊടുക്കും. ഫോഡൻ 1v1 ഫിനിഷ് ചെയ്യുന്നു. 1v1 അങ്ങനെ ഫിനിഷ് ചെയ്യാം. ഫോഡൻ നല്ല ഫോമിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട്. അങ്ങനെ മാൻ സിറ്റി സംബന്ധിച്ചിടത്തോളം അവസാനത്തെ
5 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 4 വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ സമനില ബ്രെൻഫോർഡിനെതിരെ ലീഡ് അവർ കൊണ്ട് തുടച്ചിട്ടുണ്ട്. സിറ്റി സംബന്ധിച്ചോളം പ്രശ്നങ്ങളുണ്ട് ഡിഫൻസിൽ ഇപ്പോഴും. ഇനി ബിഗർ ടെസ്റ്റിലാണ് അവരുടെ മുമ്പിൽ വരുന്നത്. പക്ഷേ അവരുടെ എയിം ടോപ്പ് 4 ആണ്. ആ ടോപ്പ് 4 അവർ ഫിനിഷ് ചെയ്യും എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ആ ഒരു കോൺഫിഡൻസ്. കാരണം മൊത്തത്തിൽ അവരിപ്പോൾ സ്പെൻഡും ചെയ്തിട്ടുണ്ട്. പക്ഷേ മിഡ്ഫീൽഡിൽ ഇപ്പോഴും പ്രശ്നമുണ്ട്. ഡിഫൻസിൽ ഇപ്പോൾ അഡീഷൻസ് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ വിക്ടർ റൈസ് പുള്ളിക്കാരൻ ബെഞ്ചിലുണ്ടായിരുന്നു. പുതിയ അഡീഷനാണ്, യങ് ഫുട്ബോളറാണ്, ബ്രസീലിൽ നിന്നുള്ള ചങ്ങായാണ്. അപ്പോൾ അവർ അഡീഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അവരുടെ അംബിഷൻ നല്ലതാണ്, അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷേ സ്റ്റിൽ മിഡ്ഫീൽഡിൽ ഒരു പ്രശ്നമുണ്ട്. ആ മിഡ്ഫീൽഡിൽ എന്തെങ്കിലും ഒരു ചെയ്യുമോ? ഇപ്പോൾ എന്താണ് ഡഗ്ലസ് ലൂയിസിനൊക്കെ ലോൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊക്കെ വാർത്ത കേൾക്കുന്നത് എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. ബിഗർ ടെസ്റ്റുകൾ വരുന്നുണ്ട് സിറ്റിയുടെ മുമ്പിൽ. ആ ഡിഫൻസിനെ കാർ ഓപ്പൺ ചെയ്യാൻ മറ്റു ടീമുകൾക്ക് സാധിക്കും. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ്റെ ശരിയല്ല. ആദ്യം ഒരു 10 മിനിറ്റിൽ കളിച്ച ചെൽസിയെ പിന്നെ നമ്മൾ കണ്ടേയില്ല. അപ്പോൾ അതാണ് മെൻറ്റാലിറ്റി വൈസ് പ്രശ്നമുണ്ട്. മത്സരത്തിന് ശേഷം പിന്നെ ചിരിച്ചും കളിച്ചിട്ടൊക്കെ എൻജോയ് ചെയ്യാണ്, പ്രശ്നമില്ലല്ലോ. തോറ്റാൽ എന്ത്, ജയിച്ചാൽ എന്ത് തേങ്ങയുടെ മൂടാണ്. സിറ്റി സംബന്ധിച്ചോളം ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് മത്സരം വരുന്നത് ക്ലബ് ബ്രൂഗിനെതിരെയാണ്. മിഡ്ഫീൽഡിൽ ചാമ്പ്യൻസ് ലീഗ് മത്സരം മസ്റ്റ് വിൻ ഗെയിമാണ്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം വെസ്റ്റ് ഹാമിനെതിരെയാണ്. പോർട്ടറിൻ്റെ വെസ്റ്റ് ഹാമിനെതിരെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ്. കാര്യങ്ങൾ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കാരണം പോർട്ടർ കാര്യങ്ങൾ ഡിഫിക്കൽട്ടാക്കും, സംശയമില്ലാത്തൊരു കാര്യമാണ്. ഹാളണ്ട് ലോങ് ബോളുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹോൾഡ് ചെയ്തു. ഫോർഡ് നല്ല രീതിയിൽ ഗോൾ സ്കോറിംഗ് ഫോമിലേക്ക് തിരിച്ചു വരുന്നു. കൊവാച്ചിച്ച് ഒട്ടും ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ആ മിഡ്ഫീൽഡിൽ. ബെർണാർഡോ സിൽവ അടിപൊളിയായിട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചത്. കുറേ മത്സരങ്ങളിൽ ആൾ ഇടങ്ങറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുസനോ പോയിട്ടുള്ള സാഹചര്യത്തിൽ, സ്റ്റോൺസ് പോയിട്ടുള്ള സാഹചര്യത്തിൽ പിന്നെ കൂടുതലും അദ്ദേഹം അറ്റാക്കിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ പിന്നെ കുസനോവിനെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു സിനാരി ഉണ്ടായിരുന്നില്ലല്ലോ സ്റ്റോൺസ് വന്നതിന് ശേഷം. അങ്ങനെ സിറ്റി സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ചെൽസി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. മരസ്ക കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തു. അതുപോലെ ചെൽസിയുടെ മിഡ്ഫീൽഡും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ ആവറേജ് രീതിയിലാണ് കാസേഡോ ആണെങ്കിലും വെൻസോ ആണെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാക്ടിക്സ് ഓഫുള്ളായിരുന്നു. പോളിസിയിൽ വല്ല മാറ്റവുമാർ കൊണ്ടുവരുമോ എനിക്കറിയില്ല. കുസനോവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു നെർവി സ്റ്റാർട്ടായിരുന്നു. പക്ഷേ മോശമില്ലാത്ത രീതിയിൽ പിന്നെ പെർഫോം ചെയ്തു. കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്തില്ല. അദ്ദേഹത്തിന് പിൻവലിക്കുന്നു പെപ്പ്. അദ്ദേഹം എന്താണ് ഇമ്പ്രൂവ് ആയിക്കോളും, പ്രശ്നം ഉണ്ടായിരിക്കില്ല. ഓൾറെഡി പ്രശ്നമുള്ളൊരു സിറ്റി ഡിഫൻസിലേക്കല്ലേ വന്നത്. ഇമ്പ്രൂവ് ആകും എന്നുള്ള പ്രതീക്ഷയായിരിക്കും സിറ്റി ഫാൻസ് ഉണ്ടാവുക. സിറ്റി ഫാൻസ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു ബിഗ് ഗെയിമിൽ കൂടി കോൾ പാമർ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാത്ത ഒരു ഗെയിം നമ്മൾ കണ്ടിരിക്കുകയാണ്. പക്ഷേ കോൾ പാമർ മറ്റു കുറേ മത്സരങ്ങളിൽ ഒറ്റയ്ക്ക് പലപ്പോഴും ചെൽസിയെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ബ്ലെയിം ചങ്ങായിയുടെ മേലിടാൻ ശ്രമിക്കുന്നില്ല. ബാക്കിയുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ടോഫർ കിട്ടിയില്ലെങ്കിൽ തലകൾ ഉരുളണം 100%. അല്ലാതെ തോന്നിയാസം പറഞ്ഞാൽ പോരാ, ഒലക്കമല വർത്താനം പറഞ്ഞാൽ പോരാ. ഗുഡ് ബൈ.